കഴിഞ്ഞ 45 വർഷമായി ഖത്തറിൽ പ്രവാസിയായി കഴിയുന്ന ഒരാൾ. പ്രവാസത്തിൻ്റെ നോവും നൊമ്പരങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരാൾ. പ്രവാസികളെപ്പറ്റി സംസാരിക്കുന്ന, എഴുതുന്ന ഒരാൾ. നമ്മളുടെ പ്രിയപ്പെട്ട കവി GP കുഞ്ഞബ്ദുള്ള. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, മാപ്പിളപ്പാട്ടിൻ വർണ്ണചരിത്രം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ശീർഷകം. ഇത് 172 പേജുകളിലായിട്ട് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട 170ഓളം പാട്ടുകൾ രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാണ്. 170 അദ്ദേഹം ആയിരക്കണക്കിന് മാപ്പിളപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഈ കഴിഞ്ഞ 45 വർഷമായിട്ട്. ഇന്ന് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. മാപ്പിളപ്പാട്ടുകളെക്കുറിച്ച് സംസാരിക്കാൻ, പ്രവാസത്തെക്കുറിച്ച് സംസാരിക്കാൻ, അദ്ദേഹത്തിൻ്റെ മാപ്പിളപ്പാട്ടുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് സംസാരിക്കാൻ. മാപ്പിളപ്പാട്ട് എഴുതാനുണ്ടായപ്പോൾ ഓരോ ആൾക്കും ഓരോ സംഗതികളുണ്ടല്ലോ. ഒരു കവിക്ക് ആദ്യത്തെ കവിത എഴുതുന്ന ഒരു വിഷയമുണ്ട്, പിന്നീട് കവിതാ രംഗത്തേക്ക് അദ്ദേഹം എങ്ങനെ വരുന്നു എന്നുള്ള വിഷയമുണ്ട്. അതുപോലെ നിങ്ങൾ ഈ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് വരാനുണ്ടായ കാരണം, മാപ്പിളപ്പാട്ടുകളിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, അതാണ്. നിങ്ങൾ എന്തുകൊണ്ട് മാപ്പിളപ്പാട്ട് തിരഞ്ഞെടുത്തു, എന്തുകൊണ്ട് മാപ്പിളപ്പാട്ട് എഴുതാൻ? അതെ അതെ, ഞാൻ മാപ്പിളപ്പാട്ട് തിരഞ്ഞെടുക്കുന്നത് നാദാപുരത്ത് മുട്ടും പുളിയും എന്നൊരു പരിപാടി. നാദാപുരത്ത് മാത്രമുള്ളതാണ്, എൻ്റെ വേറെ എവിടെയെങ്കിലും ഉണ്ടോന്നെ. നോമ്പ് കാലത്ത് ഇങ്ങനെ മുട്ടും പുളിയായിട്ട് രാത്രി ഒരു സംഘ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വടകര താലൂക്കിലാണ് തോന്നുന്നത് കൂടുതലുണ്ടാകും. നാദാപുരത്താണ് ഫേമസ്. വടകര അവര് വന്ന് ഇവരെ ഇതിങ്ങനെ പാടി അതിലേക്കാണ് നമ്മൾ മാപ്പിളപ്പാട്ട് കേട്ട് പഠിച്ചത്. അവരിങ്ങനെ ഈ ട്രംപറ്റ് വെച്ചിട്ട് ഇങ്ങനെ പാടും. അങ്ങനെയാണ് ആ മാപ്പിളപ്പാട്ടിന്റെ ഈണം നമ്മളെ മനസ്സിലേക്ക് വന്നത്. പിന്നെ അക്കാലത്ത് റംലാബികൾ രംഗത്ത് വന്നൊരു കാലമാണ്. അപ്പോൾ നാദാപുരത്ത് ഏതൊരു പെരുന്നാൾക്കും ഏതെങ്കിലും ഒരു പാട്ടുകാരൻ കൊണ്ടുവരും. പലപ്പോഴും കൊണ്ടുവന്ന റംലാബികത്തിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കേട്ട് കൂട്ടുകൂടിയതാണ് മാപ്പിളപ്പാട്ടായിട്ട്. പിന്നെ ഞാൻ ഖത്തറിൽ വന്നു. അല്ല, അപ്പോഴേ പിന്നെ ഞാൻ മദ്രാസിൽ പോയപ്പോൾ അവിടെ ഒരു 4 കോയിനിട്ട 2 പാട്ട് കേൾക്കുന്ന ഒരു സംവിധാനമാണ്, റെസ്റ്റോറൻ്റ്. അവിടെ ഞാൻ രാവിലെ എനിക്കവിടുന്ന് നാസ്ത കഴിക്കുമ്പോൾ പൈസ തന്നാല് ചിലപ്പോൾ ഞാൻ 4-8 2 പാട്ട് കേൾക്കും. ചിലപ്പോൾ നാസ്ത കഴിച്ചെന്ന് വരും, ചിലപ്പോൾ കഴിക്കൂല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുണ്ടാവും, സോസ് ഉണ്ടാവും. അങ്ങനെ കേട്ട് ഒരു 80-ലാണ് ഞാനിവിടെ വരുന്നത്, ഖത്തർ. അന്നിവിടെ ഏതൊരു ഉത്സവത്തെക്കാട്ടും നമ്മൾ ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാനുള്ള മാപ്പിളപ്പാട്ടുകാരുടെ വരവിനെയാണ് ഈ പ്രവാസികളെല്ലാം വരവേൽക്കുന്നത് കണ്ടത്. പിന്നെ മുഹമ്മദ് റാഫിയും അങ്ങനത്തെ ആളെല്ലാം വരുന്നതല്ല, ഇവിടുത്തെ മൊത്തം നമ്മളെ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം മാപ്പിളപ്പാട്ടിന്റെ ഒരു പ്രോഗ്രാം വരുന്നതെന്നാൽ അത് മാസങ്ങൾക്ക് മുന്നേ അതിനെ പറ്റിയിട്ടുള്ള പഠനവും കാര്യവും, ആരാണ് എങ്ങനെയാണെന്നുള്ള, ആരെല്ലാം വരുന്നുണ്ട്, ചർച്ചയാണ്. പിന്നെ അന്ന് എല്ലാ റൂമിലും കാസറ്റുകളാണ്, പുതിയ പാട്ടുകൾ വരിക. എങ്ങനെയാ ഈ പാട്ട് എഴുതുക എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ ഞങ്ങളെ ക്യാരംസ് ടീം, ഞാൻ ഖത്തറിലൊരു ക്യാരംസ് കളിയിൽ ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ പല കോമ്പൗണ്ടിലും പോകും. അങ്ങനെ ആയിട്ട് ഞാൻ പരിധിൽ ഗാനത്തിൽ ഒരു KP ഇബ്രാഹിം എന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ കോമ്പൗണ്ടിൽ ഇങ്ങനെ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുമോ, അല്ലല്ല ജാതിയിൽ. ഞങ്ങൾ എന്നോട് പറഞ്ഞു, ഇന്ന് ഇവിടെ ഒരു മാഫിലുണ്ട്, പിന്നെ രാത്രി, അന്ന് വ്യാഴാഴ്ച. ആദ്യമായിട്ട് ഒരു മാഫിലിൽ പോയത് അവിടെയാണ്. മെഹഫിൽ എന്ന് പറയുന്ന ഒരു സദസ്സിലേക്ക് എത്തുന്നതാണ് അവിടെയാണ്. അതിനു മുന്നേ ഞാൻ എവിടെയെല്ലാം വടകരൊന്നും കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ആദ്യമായിട്ട് എത്തുന്ന അങ്ങനെയാണ്. അവിടെ ഖാലിദ് വടകര എന്നൊരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം ഹാർമോണിയം വായിക്കുന്ന ആളാണ്. അങ്ങനെ ആ പരിചയം ബന്ധം ഞങ്ങൾ അങ്ങനെ വളർന്നു.
അപ്പോൾ പല മാപ്പിലും എന്നെ ഇവർ ക്ഷണിച്ചു. ഇപ്പോൾ എല്ലാം ഒരേ പോലത്തുള്ള പാട്ട് തന്നെയാണ് പാടുന്നത്. അപ്പോൾ ഞാനൊരിക്കൽ ഈ കാലിൽ വായനോട് ചോദിച്ചു, അത് നിങ്ങൾ വേറെ പാട്ടുകൾ പുതിയ പാടാത്തത്? അത് കിട്ടാൻ വിഷമം പാട്ട് പാടിയാൽ ചിലപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്താൽ അങ്ങനെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു മാപ്പിൽ അങ്ങനെ കുറെ പാട്ടുകളിലും പാടലുണ്ട്, എന്നാലും ഒരു പുതിയ പാട്ട് പാടിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് പാട്ട് എഴുതുമെന്ന് ചോദിച്ചു. ഞാനതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. ഏതായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഖാലിദ് വടകരയാണ് നിങ്ങളിലെ പാട്ടുകാരനെ ആദ്യമായി ഒന്ന് ഉണർത്തി വിട്ടത്. അദ്ദേഹം തന്നെയാണ് എൻ്റെ 75ഓളം പാട്ടുകൾക്ക് സംഗീതം നൽകിയത്. ഇങ്ങനെ ആദ്യത്തെ ഒരു പാട്ട് എഴുതി. അതേതായിരുന്നു ആ പാട്ട്? അത് 20ാം നൂറ്റാണ്ടിന്റെ അന്ത്യവേളയിൽ ഞങ്ങൾ കഴിയും. അത് അന്നത്തെ ലോകത്തിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം പ്രതിപാദിച്ചുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ ആ പാട്ട് ഞങ്ങൾക്ക് അപ്പോഴത്തേക്ക് ഞാൻ ഇവിടുത്തെ പല ക്ലബുകളിലും പോകാൻ തുടങ്ങി. ഒരു രാഗം ഓർക്കസ്ട്ര, പിന്നെ നാദം ഓർക്കസ്ട്ര, സൈരിക, അങ്ങനെയുള്ള ഓർക്കസ്ട്ര ടീം ഉണ്ടായിരുന്നു. അപ്പൊ അതിലെല്ലാം പോകും, പാട്ട് കേൾക്കും, പല പാട്ടുകാരെയും കാണും. അങ്ങനെയാണ് ആദ്യമായിട്ട് പിന്നെ ഇതൊരു 5-8 പാട്ട് 10-15 പാട്ടപ്പോഴത്തേക്ക് കഴിഞ്ഞു. അപ്പൊ കൊടുങ്ങല്ലൂരിൽ സലാം തന്നതാണ് സൗണ്ടൊക്കെ തന്നു. അപ്പൊ അയാള് ഞാനില്ലാത്ത സമയത്ത് കാലിൽ വയലിൽ മുട്ടുന്ന ഈ പാട്ട് പാടുന്നയാളോ, ഇതെല്ലാം നല്ല പാട്ടുകളാണല്ലോ, നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഞാനില്ലാത്ത സമയത്താണ് അവർ ആദ്യം റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ സലാംക്ക് എൻ്റെ അടുത്ത് വന്ന് എന്നെ കണ്ടു, എന്നോട് പറഞ്ഞു, ഈ പാട്ടുകളെല്ലാം നല്ല പാട്ടുകളാണല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് റെക്കോർഡിങ് ആയിക്കോട്ടെ. അങ്ങനെ ചന്ദ്രൻ മാഷോടും ഭാസ്കർ മാഷോടും പറഞ്ഞു ഇതൊന്ന് ഓർക്കസ്ട്ര ചെയ്യണം. അങ്ങനെ കാലിദ്വായിന്റെ ഈണത്തിൽ അവർ അത് ഓർക്കസ്ട്ര ചെയ്തു. ആദ്യമായിട്ട് ഉദയചന്ദ്രൻ നല്ല ആൾക്കാരായിരുന്നു ഇവിടെ. ഒരു ഷംസ് ഉണ്ടായിരുന്നു വടകരക്കാരെ ഗിത്താർ വായിക്കുന്നത്, പിന്നെ ഒരു എഡ്വിൻ കാർലോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു വയലിൻ്റെ. എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകൾ. ഞാൻ ആദ്യമായിട്ടൊരു കാസറ്റ് എഴുതി, അതിൻ്റെ പേര് ആഫീസ് മാപ്പിളപ്പാട്ടുകൾ. ആഫീസ് തന്നെ മകന്റെ പേരാണ്. അങ്ങനെ അപ്പോ ആ കാസറ്റ് ഇറങ്ങി. എന്നെ ഇവിടെ KSR എന്ന് പറഞ്ഞ ഒരു കാസറ്റ് കൂടി കൊണ്ടുപോകും. അതിൽ മുന്നേ അവിടെ എത്തിപ്പെടാനുള്ള കാരണം, അതിനു മുന്നേ നിങ്ങൾ തന്നെ ബഷീർ ഭായി അന്ന് കുറെ മുസ്ലിം ലീഗിന്റെ പാട്ടും കൂടി അതിന്റെ കൂട്ടത്തിൽ ഞാൻ എഴുതി. അന്ന് അവിടെ ഒരു സൂപ്യാജി എന്ന് പറഞ്ഞതാണ് ആ കാസറ്റ് കൂടെ. അതെന്നെ കണ്ടപ്പോൾ പറഞ്ഞു എന്താ, നമുക്ക് ഇങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു കാസറ്റ് റൂമൊന്നും ചെയ്താൽ വലിയ റെക്കോർഡിങ് സൗകര്യം ക്വാളിറ്റി ഒന്നും ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ അവര് പറഞ്ഞു ഇതൊരു പൈസക്കൊന്നും വാങ്ങാൻ പറ്റൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞങ്ങൾ ഇറക്കാം. അങ്ങനെ ആ KSR 25 കാസറ്റ് തരാന്ന് അവർ ആദ്യം പറഞ്ഞത്. പിന്നെ അവരൊരു 100-400 കാസറ്റ് ഇറക്കേണ്ട വന്നു. പിന്നെ അതിൻ്റെ ഒരു ബാക്കപ്പ് എന്നോട് കാതിർക്കല്ല വേറൊരാളുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ ഇക്കൊല്ലം വിറ്റ കാസറ്റ് മൊത്തം പാട്ടുകാരുടെ കാസറ്റ് ഞങ്ങൾ 8000 കാസറ്റേ വിറ്റിട്ടുള്ളൂ. ആഫീസ് മാപ്പിളപ്പാട്ട് 10000 കാസറ്റോളം പോയിരുന്നത്. പിന്നെ അവര് എന്നോട് പറഞ്ഞു നിങ്ങളെ കാസറ്റിന്റെ കൊണ്ട നമ്മളെ വണ്ടി കൊണ്ട് റെക്കോർഡ് ചെയ്യാം. ഇവിടുത്തെ കുറെ സാമ്പത്തിക പ്രശ്നവും നിയമപ്രശ്നത്തിലെല്ലാം കുടുങ്ങിപ്പോണ്ട് ഞാനത് അവിടെ നിർത്തിവെച്ചു. ഞാൻ പിന്നെ രണ്ടാമത് ഇതെല്ലാം പൊഴുതട്ടിയെടുത്തത് 2007. പക്ഷെ പാട്ട് എഴുത്ത എപ്പോഴും ഉണ്ടായിരുന്നു, പാട്ട് എഴുതിക്കൊണ്ടേയിരുന്നായിരുന്നു. അതിലിടക്ക് നിങ്ങൾ ഇവിടെ നമ്മളൊരു ലിയാലുലയിൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നിങ്ങൾ സ്പോൺസർ ചെയ്തു അമീർ സിനിമയിൽ. അപ്പോൾ അങ്ങനെ എൻ്റെ പാട്ടുകൾ മാത്രമായിരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞ് നമ്മൾ അവിടെ ഒരു പ്രോഗ്രാം വെച്ചു. നിങ്ങൾ അന്ന് ഇവിടെ ഖത്തറിൽ വന്ന സമയത്ത് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാനിവിടെ വരുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഹമീദ് ഷെർവാനിയൊക്കെ ഇവിടെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സമയമുണ്ട്. ഹമീദ് ഷെർവാനി, പെരിങ്ങത്തൂർ മൂസ അങ്ങനെ ഒരു പാട്ടാണ്. അദ്ദേഹം നല്ല കാര്യമാണ് അദ്ദേഹത്തിന്റെ. പിന്നെ പെരിങ്ങത്തൂർ മൂസ, അന്ന് കാലിൽ വടകര,
പിന്നെ ഒരു ഇയാളുണ്ടായിരുന്നു നൂറുദ്ദീൻ നടന്നു നൂറുദ്ദീൻ ട്രക്ക് ഡ്രൈവർ, ട്രെയിലർ ഡ്രൈവർ, ടാങ്കർ ഡ്രൈവർ, ടാങ്കർ നമ്മുടെ ഹിന്ദി പാട്ടുകൾ പാട്ടുകളെ പാട്ടുകളാണ്. പിന്നെ സലീം പാവർട്ടി, അവർക്ക് പഴയ ആളുകൾ. അന്നത്തെ അന്നേരമുണ്ട്, അവരെല്ലാം അവരുണ്ട്. അതിൽ ഹമീദ് ഷെർവാനിയാണ് നാട്ടിലേക്ക് പോയത്. നാട്ടിലേക്ക് അല്ല, മൂസയും പോയിരുന്നു. മൂസയും കൊടുത്ത് പിന്നെ ഒമാനിൽ പോയി. മൂസനെ എനിക്ക് പരിചയമില്ല. നമ്മളെ ഇദ്ദേഹം ഖാലിദ് വടകര അന്നും ഇന്നും ഉണ്ട്. ഇപ്പൊ ഇവിടെ ഷെർവാനി എന്ന് നിങ്ങളെ പാട്ടുകളൊന്നും പാടിയിട്ടില്ല. ഷെർവാനി പാട്ട് പാടായിരുന്നു അന്ന്. നമ്മള് പാട്ട് എഴുതി തുടങ്ങുമ്പോഴാണ് തുടങ്ങുമ്പോഴേക്കും മൂപ്പരങ്ങ് പോയി. ഷെർവാണിയായിട്ട് ഞാൻ ബന്ധപ്പെടാമായിരുന്നു. ഞാൻ ആളെ വീട്ടിൽ പോയിട്ടുണ്ട്, സംസാരിക്കലുണ്ട്. പിന്നെ അയാള് പിന്നെ വലിയൊരു താല്പര്യങ്ങളും പറഞ്ഞേക്കാതില് എന്തോ അറിയില്ല. നിങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത്. അപ്പൊ എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും ഇവിടെ? ഇപ്പൊ എണ്ണി നോക്കാന്നുണ്ട്, ഒരു 5-6 ഡയറി പാട്ടുകളുണ്ട്. അതെല്ലാം ഒന്നും കൂടി ഇപ്പൊ ഞങ്ങളൊന്ന് വെറുതെ കുറെ ഇത് DK അംശക്കയും PH അബ്ദുള്ള മാഷും MC വടകരയും KP കുഞ്ഞുമൂസി, പിന്നെ നമ്മുടെ ചെറിയ മുണ്ട് അബ്ദുൾ റസാഖ് മൗലവി, പിന്നെ എർഞ്ഞോളി മൂസക്ക, M കുഞ്ഞു മൂസക്ക, പിന്നെ SP യൂസുഫ്, ഇവരെല്ലാം നിങ്ങളിങ്ങനെ പാട്ട് എഴുതി വെച്ചിട്ടുണ്ടാവുന്ന ഒരു പുസ്തകമാക്കണ്ടേ പിന്നെ വയസ്സിലെഴുതിട്ട് എന്നാ പിന്നെ ഒരു പുസ്തകം ആയിക്കളയാന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇത് ഇപ്പൊ എഴുതിയത്. കോഴിക്കോട് വചനം വചനാന്നത് ഇറക്കിയത്. പക്ഷെ എന്റെ ഒരു രൂപത്തിൽ തോന്നിയിട്ടില്ല. എനിക്കായാലും കുറച്ചും കൂടി പാട്ടുകൾ ഉൾക്കൊള്ളിച്ച് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയാം മലയാളത്തിൽ മലയാള ചലച്ചിത്ര ഗാന ശാഖ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ലൈം ലൈറ്റിൽ നിൽക്കുകയും ഏറ്റവും കൂടുതൽ ഈ ചർച്ചയാവുകയും പോപ്പുലറൈസ് ആവുകയും ചെയ്യുന്നത് മാപ്പിളപ്പാട്ടുകളാണ്. വേറൊന്നുള്ളത് നാടൻപാട്ട് ശാഖകളാണ്. നാടൻപാട്ടിനോടൊപ്പം പക്ഷെ നാടൻപാട്ടിനേക്കാളും കൂടുതൽ ഓഡിയൻസ് ഉള്ളതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചാനലുകളിൽ ഈ റിയാലിറ്റി ഷോസ് വരുന്നതൊക്കെ മാപ്പിളപ്പാട്ടുകളാണ്. അപ്പം മലയാളത്തിൽ ചലച്ചിത്ര ഗാന ശാഖ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്ന മാപ്പിളപ്പാട്ടുകൾ. ഈ മാപ്പിളപ്പാട്ടുകളെക്കുറിച്ച് നിങ്ങളെപ്പോഴും നിലവിലുള്ള സംവിധാനത്തോട് കലഹിച്ചിട്ട് വർത്തമാനം പറയുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് തമ്മിൽ പലപ്പോഴും വിയോജിപ്പുകൾ ഉണ്ടുണ്ട്. അത് എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് മാപ്പിളപ്പാട്ട് നിങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണ്? എനിക്കങ്ങനെ പ്രശ്നമല്ല. നമ്മളത് മാപ്പിളപ്പാട്ടുകൾ എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് നമ്മളിപ്പം പഴയ കാലത്തെ കുറെ ചരിത്രങ്ങൾ എഴുതിയിട്ട് അറബി ഭാഷയിൽ മാപ്പിളപ്പാട്ട് എഴുതിയിരുന്നു. അത് യഥാർത്ഥ മാപ്പിളപ്പാട്ടുകളല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബദ്രക്ക് ഇഷ്ടപ്പാട്ട് ഒരു മാപ്പിളപ്പാട്ടായിട്ട് എങ്ങനെയാണ് എടുക്കുക? കാരണം ബദ്ര നടക്കുന്ന കാലത്ത് ഇവിടെ മാപ്പിളയില്ലല്ലോ. ഒരു സമൂഹം ഉണ്ടാവുകയും അവരുടെ ജീവിത സ്വപ്നങ്ങളും അവരുടെ പോരാട്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവരുടെ പ്രാർത്ഥനകളും അവരുടെ രാഷ്ട്രീയവും അതല്ലേ മാപ്പിളപ്പാട്ട്. അതല്ലാതെ പഴയ കാലത്ത് അറബ് നാട്ടിൽ നടന്ന ചരിത്രം എങ്ങനെ കേരളത്തിലെ മാപ്പിളയുടെ പാട്ടായിരുന്നത്? മാപ്പിളാർക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പാട്ട് പാടാം അവരുടെ ചരിത്രം എന്നുള്ള നിലക്ക്. അതാണ് മാപ്പിളയെ അഡ്രസ് ചെയ്യണ്ടേ. അപ്പൊ അതാണ് നിങ്ങളുടെ പോയിന്റ്. മാപ്പിളയെ അഡ്രസ് ചെയ്ത് മാപ്പിളയെ അഡ്രസ് ചെയ്യാൻ വേണം. അതേ സ്ഥാനത്ത് മാപ്പിളയുടെ ഭാഷയും വരണം. അതാണ് നിങ്ങളുടെ പോയിന്റ്. പിന്നെ ഇശൽ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇശൽ എന്ന് പറഞ്ഞൊരു സാധനം ആദ്യത്തെ ഈ ഒരു വിഷയം അതൊരു പറയുന്നത് മാപ്പിള പാട്ട് എന്ന് പറയുന്നത് പഴയ കാലത്ത് ഇപ്പോൾ മറ്റേ ബദൽ ഗിസപ്പാട്ടും മുഹദ് പടപ്പാട്ടും അങ്ങനെയുള്ള അറബ് നാടുകളിൽ നടന്ന സംഭവങ്ങളൊക്കെ മാപ്പിളപ്പാട്ടുകളുടെ പരിധിയിൽ വരില്ല എന്നാണ് നിങ്ങൾ മാപ്പിളപ്പാട്ടിന്റെ ഒരു കിസ്സപ്പാട്ട് ശാഖ യഥാർത്ഥ മാപ്പിളപ്പാട്ട് വരില്ല. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മനസ്സിലാക്കലുകളുടെ പ്രശ്നം. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ മാപ്പിളമാരുടെ പാട്ടാണോ, മാപ്പിളമാർ പാടുന്ന പാട്ടാണോ, മാപ്പിളമാർ എഴുതുകയും പാടുകയും ചെയ്യുന്നതിനെയാണ് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുത്തുന്നത്. മാപ്പിളമാർ എഴുതുകയും പാടുകയും ചെയ്യുന്നതിനെയാണ്. മാപ്പിളമാരെ പറ്റി തന്നെ ആവുന്നില്ല. നിങ്ങൾ പറയുന്ന മാപ്പിളമാരെ പറ്റി മാത്രം എഴുതുന്നത് മാപ്പിളപ്പാട്ടാവുള്ളൂ എന്നാണ്. അങ്ങനല്ല, മാപ്പിള അതിലൊരു മുഖ്യ കഥാപാത്രം തന്നെ ആവണം. ഓക്കെ, ശരി. മാപ്പിളപ്പാട്ട് എന്ന് ഇന്നിപ്പോൾ സാധാരണഗതിയിൽ വിവക്ഷിക്കപ്പെടുന്നത് മാപ്പിളമാർ
എഴുതുകയും അവർ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വിഷയങ്ങളും പാട്ടുകളുമാണ്. അല്ലാതെ മാപ്പിളമാരെ പറ്റി മാത്രം എഴുതിയാലേ മാപ്പിളപ്പാട്ടാവുമെന്ന് നിങ്ങൾ വാശി പിടിക്കും. അങ്ങനെയല്ല, മാപ്പിളമാരെ കുറിച്ച് മാപ്പിളയെ അതിൽ അഡ്രസ് ചെയ്യാണ്ടെങ്കിൽ പിന്നെ മാപ്പിളപ്പാട്ടാവുന്നത്. അല്ല, മാപ്പിളമാർ എഴുതുന്ന ഒരു ശാഖ, മാപ്പിളമാർ എഴുതുന്ന അവർ ചരിത്രം എഴുതും, അവർ മറ്റു പലത്. ഇപ്പൊ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എഴുതുന്നു. നിങ്ങളുടെ തന്നെ ഈ കൃതിയിൽ ഒരുപാട് പഴയകാല സംഭവങ്ങളുടെ ചരിത്രമുണ്ട്. മാത്രമല്ല, അപ്പൊ ആ കാലത്ത് നിങ്ങൾ ജീവിച്ചിരുന്നില്ല, എന്നിട്ട് നിങ്ങൾ എഴുതുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു പാട്ട് എഴുതി വരുമ്പോ ഏതെങ്കിലും ഒരു വിഷയം അതിൽ കോറിയിടും, അത് ശരി തന്നെയാണ്. പക്ഷെ അത് തന്നെ പാട്ടുകളാക്കി പാടണം എന്നുള്ള ഒരു നിഷ്കർഷയും വാശിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആയിരക്കണക്കിന് കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്ന യുവജനോത്സവമെല്ലാം നടക്കുന്നത്. മാപ്പിളപ്പാട്ട് പാടാൻ അനുവദിക്കാത്തത് കൊണ്ട് അതിൽ നിന്നൊരു പാട്ടുകാരനോ ഒരു സംഗീതജ്ഞനോ ഒരു കവിയോ രംഗത്ത് വരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഈ ശാഖക്ക് എന്താണ് കാര്യം? അങ്ങനെയല്ല. ഇപ്പൊ അത് നമ്മളിപ്പോ അങ്ങനെയല്ല. അതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഈ പറയുന്ന പടപ്പാട്ടുകളുടെ ഒക്കെ ആവിർഭാവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മോയിൻകുട്ടി വൈദ്യരുടെ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പുറം മുതൽ ഇങ്ങോട്ടേക്കാണ് ശരിക്കും വരുന്നത്. അതിനു മുമ്പ് വന്നത് ഇപ്പോൾ എഴുത്തച്ഛൻ രാമാനുജൻ എഴുത്തച്ഛൻ ആധ്യാത്മരാമായണം പുലിപ്പാട്ട് എഴുതുന്നതിനും 5 വർഷം മുമ്പാണ് ഖാദി മുഹമ്മദ് നമ്മുടെ മൊഹീദ്ദീൻ മാല എഴുതുന്നത്. മൊഹീദ്ദീൻ മാലയും മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ അപദാനങ്ങളാണ്. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന കുറേ കാലം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് നൂൽമധുവും കപ്പപ്പാട്ടും സഫീനപ്പാട്ടും എല്ലാം പറയുന്നതൊക്കെ അന്ന് പഴയകാല സംഭവങ്ങളൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മോയിൻകുട്ടി വൈദ്യരാണ്, ഏറ്റവും ശ്രദ്ധേയനായ. മോയിൻകുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ട് എഴുതുമ്പോൾ പടപ്പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രേമകാവ്യം ബദർകുതി ഹുസ്നുൽ ജമാൽ, അതും പഴയ കാലത്തെ എവിടെയോ ഏതോ രാജ്യത്ത് നടന്ന ഒരു സാങ്കല്പിക പ്രണയകഥയാണ്. അപ്പോൾ അത് ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷെ അന്നത്തെ ഇതിവൃത്തം എന്ന് പറയുന്നത് അന്ന് മാപ്പിളമാരുടെ ജീവിതത്തെക്കാളും അവർ മാപ്പിളമാർ കേൾവി, അവർ അറിഞ്ഞ കുറേ കഥകളും ചരിത്രങ്ങളും പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും ഒക്കെ മാപ്പിളപ്പാട്ടിന് വിഷയമാക്കി. അതേ സമയത്ത് മോയിൻകുട്ടി വൈദ്യർ തന്നെ സമകാലിക സബ്ജക്റ്റുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചപ്പോൾ ഉണ്ടായ അദ്ദേഹം എഴുതിയ മകൻ്റെ ഖബറിൽ പോയിട്ട് എഴുതിയ പാട്ടുണ്ട്. അങ്ങനെ കുറേ ആ സമയത്തുള്ള മലപ്പുറം കിസ്സ പാട്ടിൻ്റെയും അത് ആ സംബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയുന്ന മാപ്പിളപ്പാട്ട് തന്നെ എഴുതിയ ആളാണ് ചേറ്റുവ പരിക്കുട്ടി. അതായത് മൂപ്പരുടെ സമകാലികൻ തന്നെയാണ്, മോയിൻകുട്ടി വൈദ്യരുടെ സമകാലികനാണ്. നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ കവിത്രയം എന്ന് പറയാവുന്ന മാപ്പിളപ്പാട്ടിലെ ഒന്ന് മോയിൻകുട്ടി വൈദ്യരും പിന്നെ ചേറ്റുവ പരിക്കുട്ടിയും, ഇത് നമ്മുടെ ആരാണ് മൂന്നാമതൊരാളും കൂടി പുലിക്കോട്ടിലെ ഇതാണ്. അപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ തൊട്ട് പിന്നാലെ തന്നെ അവരും ഉണ്ടായിരുന്നു. അപ്പോൾ പുലിക്കോട്ടിലെ ഇതറാണ് ഏറ്റവും കൂടുതൽ സമകാലിക സബ്ജക്റ്റുകൾ എഴുതിയവരാണ്. അതുപോലെ തന്നെ ചേറ്റുവ പരിക്കുട്ടി മോയിൻകുട്ടി വൈദ്യരും തമ്മിൽ പല തർക്കങ്ങളും നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അവർ ആ കാലം മുതൽ തന്നെ ഏതാണ്ട് 300 കൊല്ലം മുമ്പ് തന്നെ, 1000-200 കൊല്ലം മുമ്പ് തന്നെ മാപ്പിളപ്പാട്ടുകൾ ജീവിതഗന്ധിയായ അല്ലെങ്കിൽ മാപ്പിളമാരുടെ ജീവിത പരിസരത്തെക്കുറിച്ച് പാട്ടുകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതില്ലാന്നിങ്ങനെ നിങ്ങൾ പറയും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മോയിൻകുട്ടി വൈദ്യരെ പറ്റി എനിക്കുള്ള അഭിപ്രായം നല്ല കവിയാണ്. കൂട്ടത്തിൽ യാഥാർത്ഥികരായ കലയും സാഹിത്യമൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ആളുകളുടെ ഇടയിലേക്ക് അവരുടെ ചരിത്രങ്ങളൊക്കെ പാടി അവരെ കലയിലേക്കും ഇതിലേക്കും കൊണ്ടുവന്നു എന്നുള്ളത് ഒരു വലിയൊരു വിപ്ലവം തന്നെയാണ് നടത്തിയത്. അത് ശരിയാണ്. അത് യഥാർത്ഥത്തില് മാപ്പിളയുടെ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാട്ടായില്ല എന്നുള്ളതാണ്. അല്ല, അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം. മാപ്പിളപ്പാട്ടിൽ മാപ്പിളമാരുടെ ജീവിത പരിസരങ്ങൾ വന്നില്ല എന്ന് വേണമെങ്കിൽ ഒരു വിമർശനത്തിൽ മാപ്പിളപ്പാട്ടാകുന്നത് എങ്ങനെയുള്ള ചോദ്യം ശരിയാണ്. ഇത് ഉൾക്കൊള്ളണ്ടേ? അല്ല, അത് ശരി, മാപ്പിള അല്ല, അത് ബേസിക്കലി നമ്മൾ അതിനെ മനസ്സിലാക്കുന്നിടത്തുള്ള പ്രശ്നമാണ്. മാപ്പിളമാരുടെ പാട്ട് മാത്രമല്ല മാപ്പിളപ്പാട്ട്. മാപ്പിളമാർ എഴുതുകയും മാപ്പിളമാർ പാടുകയും ചെയ്യുന്ന സാധനത്തിനാണ് മാപ്പിള. വേറൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ മാപ്പിളമാരായ കവികൾ സിനിമയിലെല്ലാം വന്നിട്ടുണ്ടല്ലോ, എഴുതിയിട്ടുണ്ടല്ലോ. യൂസുഫ് അലി കച്ചേരി, പിന്നെ കാദർ പൂച്ചൽ, പിന്നെ വേറെ പൂച്ചാക്കൽ എന്ന് പറഞ്ഞ ഒരാളൊരു എഴുത്തുകാരനുണ്ട്, ആലപ്പുഴക്കാരൻ. ഇവരൊക്കെ നിങ്ങൾ മാപ്പിളപ്പാട്ടായിട്ട് അംഗീകരിക്കുമോ?
ഏത് അത് സിനിമയിൽ അത് ഈ മാപ്പിളപ്പാട്ടിന് അനേകം ശാഖകൾ. അല്ല അങ്ങനെയാണെങ്കിൽ മാപ്പിളമാർ എഴുതി പാടുന്ന പാട്ടാണ് മാപ്പിളപ്പാട്ട്. മാപ്പിളമാർ മാത്രമല്ല, മാപ്പിളപ്പാട്ട് എഴുതി പി ഭാസ്കരൻ മാഷ് എഴുതിയ അതെ. ഒരുപാട് പാട്ടുകൾ. അതെ, അത് പിന്നെ അത് മാപ്പിളപ്പാട്ടാണോ? മെഹർ എഴുതിയ പാട്ടാണ്. പി ഭാസ്കരൻ എഴുതിയ അത് മാപ്പിളപ്പാട്ടുകളായിട്ട് തന്നെ അംഗീകരിക്കാം. അംഗീകരിക്കുകയാണെങ്കിൽ ആ, അത് മാപ്പിളപ്പാട്ടായിട്ട് അംഗീകരിക്കാത്ത ഒരു യാഥാസ്ഥിക വിഭാഗത്തിലാണ്. യാഥാസ്ഥിതിക വിഭാഗം എന്നും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതെ അതെ, മോയിൻകുട്ടി വൈദ്യരെയും അവർ നിങ്ങളീ പറഞ്ഞ പോലെ ഇപ്പൊ ഈ മദ്യം നിരോധിച്ച ഒരു പ്രവാചകന്റെ മാതൃകയുണ്ട്. പ്രവാചകൻ ഒറ്റയടിക്ക് മദ്യം ആറാമാക്കുകയോ നിഷിദ്ധാക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ലേ ചെയ്തത്. അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ കലാ സാഹിത്യ പ്രവർത്തനങ്ങളോടും എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ വന്നിട്ട് അവരോട് ബദർഗീസപ്പാട്ട് പാടുമ്പോൾ അവരത് കേൾക്കുന്നു, അവരോട് ഉഹദ് പടപ്പാട്ടിനെ പറ്റി പറയുമ്പോൾ അവരത് കേൾക്കുന്നു. അങ്ങനെ അവരെ ഇതിലേക്ക് ആകർഷിച്ചെടുക്കുക എന്നുള്ള ഒരു ചരിത്രപരമായ ദൗത്യം കൂടി മോയിൻകുട്ടി വൈദ്യരും മറ്റുള്ളവരും. അത് മാപ്പിളപ്പാട്ടേ അല്ല എന്ന് മാപ്പിളപ്പാട്ടല്ല, മാപ്പിളപ്പാട്ടയില് ഒരു കിസ്സപ്പാട്ട് ശാഖ മാത്രമായിട്ട് അത് ഓക്കെ. ക്ലാസിഫിക്കേഷൻ നമുക്ക് നടത്താം. അത് ഇതിന് മാപ്പിളപ്പാട്ടിനെ രണ്ട് തരമാക്കാം. ഈ പഴയ കാല ആളുകളൊക്കെ എഴുതി, അതായത് അറബി, മലയാള, സംസ്കൃത, തമിഴ് ഒക്കെയുള്ള സങ്കരയിനം ഭാഷയുള്ളവരൊക്കെ ഉപയോഗിച്ചത്. ഇന്നത്തെ ഇന്നിപ്പോ അത് കേട്ടാൽ നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവും. ശരിയാണ്, സത്യം. അതിനെ നമ്മൾ ക്ലാസിക്, മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിഫിക്കേഷനിൽ വെക്കുക എന്നല്ലാതെ അത് മാപ്പിളപ്പാട്ടേ അല്ല എന്നുള്ള യഥാർത്ഥത്തില് മാപ്പിളപ്പാട്ട് കൃത്യമായിട്ട് രംഗത്ത് കൊണ്ടുവന്ന ഒരാള് KG സത്താർ. അല്ല, KG സത്താറിന് മുമ്പേ കുട്ടി അല്ലാതെ മാപ്പിളപ്പാട്ടായിട്ട് ആദ്യം ഗ്രാമഫോണിൽ വരും. അതെ, മാപ്പിളപ്പാട്ട് എന്നുള്ള ലേബൽ ഒട്ടിച്ച് വന്നത് അവരുടെ ഒരു CD മേലാണ്. CD എന്ന് പറഞ്ഞാൽ അന്നത്തെ റിക്കാർഡ് പ്ലെയർ. അത് അദ്ദേഹത്തിന്റെ പിതാവും അത് ചെയ്തു. അങ്ങനെ വന്ന പാട്ടുകൾ അതിന്റെ ശേഷം ഒട്ടനവധി കവികളുണ്ട്. എന്നാൽ കവികളിൽ ഞാനിപ്പം കണ്ട മാപ്പിളപ്പാട്ടിന്റെ ഏറ്റവും മഹാനായ കവി PT അബ്ദുറഹ്മാൻ, SA ജമീൽ വന്നു. ഇവരൊന്നും പാടുന്ന പാട്ടുകൾ മാപ്പിളപ്പാട്ടായിട്ട് അംഗീകരിക്കാനോ കുട്ടികളെ പഠിപ്പിക്കാനോ ആരും തയ്യാറില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നത് ബേസിക്കലി ഈ നമ്മളുടെ ഇവിടെ കേരളത്തിൽ നടക്കുന്ന സ്കൂൾ യുവജനോത്സവങ്ങളുടെ കാര്യമായിരിക്കണം ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലല്ല. അത് അതായത് അവിടെ മാപ്പിളപ്പാട്ട് മത്സരം നടക്കുമ്പോൾ ഈ പഴയകാല മാപ്പിളപ്പാട്ടുകളല്ലാതെ പുതിയ കാലത്തെ കവികളുടെ പാട്ടുകൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് അംഗീകരിക്കപ്പെടുന്നില്ല, അത് മാപ്പിളപ്പാട്ടായിട്ട് അവർ കൂട്ടുന്നില്ല. അല്ല, അത് അവര് കൂട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് മാപ്പിളപ്പാട്ടല്ല എന്ന് പറയുന്നില്ലല്ലോ. മാപ്പിള ഏറ്റവും കൂടുതൽ ജനപ്രിയമായ ഗാനങ്ങൾക്ക് ആരുടേതാണ്? ഇപ്പൊ നിങ്ങൾ പറയുന്നത് ശരിയാണ്. മോയിൻകുട്ടി വൈദ്യർ കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട് രംഗത്ത് സംഭവിച്ച ഒരു സംഭവം കിട്ടിയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മോയിൻകുട്ടി വൈദ്യർക്ക് ശേഷം വരുന്ന അതിന് മുമ്പ് വന്നിട്ടുണ്ട് ഓആബും മറ്റേ പുന്നയൂർക്കുളം ബാപ്പുവും ടി ഉബൈദും, അങ്ങനെ ഒരു കവിത്രയം വന്നിട്ടുണ്ട്. അവര് മലയാളത്തിലാണ് എഴുതിയത്. ഈ പറയുന്ന ആളുകളൊക്കെയും പി ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുണ്ട്, മെഹർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന അവരെല്ലാവരും മാപ്പിളപ്പാട്ടുകൾ ധാരാളം നല്ല മലയാളത്തിൽ തന്നെയാണ്. പിന്നീട് വന്ന എല്ലാവരും മലയാളത്തിൽ തന്നെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മാപ്പിളപ്പാട്ടല്ല എന്നാരും പറയുന്നില്ലല്ലോ. അത് പറയുന്നതല്ല. എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോ ഇവിടെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ എല്ലാ ആളുകളും ഇവിടെ വന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. മമ്പാക്ക പരിപാടിക്ക് വന്നതാണ്. അപ്പൊ അന്ന് BM കുട്ടി മാഷുണ്ടായിരുന്നു, KM മുഹമ്മദ് മാഷുണ്ടായിരുന്നു, SA ജമീൽ ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ ആൾ. അപ്പൊ അവർക്ക് നൽകിയ ഒരു സ്വീകരണത്തിൽ ഞാൻ ആവശ്യപ്പെട്ടു മാപ്പിളപ്പാട്ടുകളെ മാപ്പിളപ്പാട്ടൊന്ന് മോചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതെന്താണെന്ന് അവർ ചോദിച്ചു. ഞാൻ നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ അവിടെ പറഞ്ഞു, അതായത് മനുഷ്യർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ പാടുന്നത് മാത്രമേ മാപ്പിളപ്പാട്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പൊ നിങ്ങളുടെ പുതിയ ഈ കാലത്തെ രചനകളൊക്കെയും ആ ശാഖയിൽ മത്സരങ്ങളിലൊക്കെ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞു നോക്കുമ്പോൾ അവരും നമ്മളുടെ അതേ പരാതിക്കാരാണ്. അവര് നമ്മളോട് ഇങ്ങോട്ട് പറയും ഇത് ഞങ്ങൾ കുറെ കാലമായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പോയിന്റ് അതാണെങ്കിൽ നിങ്ങൾ അത് മാപ്പിളപ്പാട്ടയല്ല എന്ന് പറഞ്ഞു. മാപ്പിളപ്പാട്ടിന്റെ ഒരു കിസ്സ
പാട്ടുകൾ ശാഖയിലാണ്ട് യഥാർത്ഥ മാപ്പിള പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലാക്കൽ എൻ്റെ പഠനത്തിൽ മനസ്സിലായി KG സത്താറിന്റെ ശേഷം അതുണ്ടായതുള്ള. അതിൽ മുന്നേ ഉണ്ടായത് ഇങ്ങനെ ഇഷ്ടപ്പാട്ടുകൾ, മധു പാട്ടുകൾ അല്ല. ചേറ്റുവായ് പരിക്കുട്ടി എഴുതിയത് മറിയക്കുട്ടി കത്തുപാട്ട് മുതൽ അല്ല. ചേറ്റുവായ് കുട്ടിയുടെ കാലം എത്ര കാലം ഇല്ല. മോയിൻകുട്ടി വൈദ്യരുടെ തൊട്ട് അത് സമകാലികനാണ് അദ്ദേഹം. അതെ അതെ. ചേറ്റുവായ് പരിക്കുട്ടിയും മോയിൻകുട്ടി വൈദ്യരും കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ തർക്കിച്ചിട്ടുണ്ട്. ചേറ്റുവായ് പരിക്കുട്ടി മലപ്പുറത്ത് വന്നിട്ട് മഞ്ചേരിയിൽ നിന്ന് ഇദ്ദേഹവുമായി അഭിമുഖം നടത്തിയിട്ടുണ്ട്. എഴുതപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. മോയിൻകുട്ടി വൈദ്യരുടെ ഈ കാഴ്ചപ്പാടും ചേറ്റുവാ പരിക്കുട്ടിന്റെ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസം ഉണ്ടായി. ചേറ്റുവാ പരിക്കുട്ടി ഇനിയിപ്പുറം മംഗലാപുരം വരെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ കാസർഗോഡ് മുഗ്രാൽ കവികൾ എന്നറിയപ്പെടുന്ന അവിടെ വന്നിട്ടുണ്ട്. അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് പാട്ടുകളൊക്കെ. അപ്പോൾ അവർ അന്ന് തന്നെ മാപ്പിളപ്പാട്ടുകൾ ഈ നിങ്ങൾ പറയുന്ന രീതിയിൽ മാപ്പിളമാരുടെ ജീവിത പരിസരത്ത് നിന്നുകൊണ്ട് എഴുതിയവരാണ്. അതെ അതെ. അത് മാപ്പിളപ്പാട്ടല്ലാന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അത് ജീവിത പരിസരത്ത് പാട്ടുകളല്ലോ. അല്ല, കേരളത്തിലെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് മാപ്പിള അവരെന്തിനേയും വിഷയമാക്കും. ഞാനിപ്പോ ഇതില് പുണ്യാത്മാക്കൾ എന്നൊരു പാട്ടുണ്ടത്. അത് ഞാൻ അഡ്രസ് ചെയ്യുന്ന ശാസ്ത്രജ്ഞൻ പറയാം. ഞാൻ ശാസ്ത്രജ്ഞന്മാരെ പുണ്യാത്മാക്കളായിട്ടാണ് കാണുന്നത്. അത് മാപ്പിള അംഗീകരിക്കൂലോ എന്ന് എനിക്കറിയില്ല. അതും മാപ്പിളക്ക് ഏതാ കഴിയണമെന്നാണ്. എന്റെ നേരത്തെ നിങ്ങൾ കലയിക്കുന്നു എന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തി അവിടെയാണ്. നിങ്ങൾ സാധാരണ നമ്മൾ ഔലിയാക്കന്മാരെയും മറ്റേ ഇങ്ങനെ പറയുന്ന പുണ്യാത്മാക്കളെ പറയുമ്പോൾ നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ പുണ്യാത്മാക്കളായിട്ട് അവതരിപ്പിക്കുന്നതിനടുത്ത് അവിടെ അതിന് എതിർപ്പ് വന്നിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. എതിർപ്പ് അത് ഞാൻ പാടിച്ചിട്ടില്ല. പക്ഷെ ശാസ്ത്രം ഇല്ലെങ്കിൽ ഇപ്പൊ ശാസ്ത്രജ്ഞന്മാരെന്ന അവർ ചെയ്ത പുണ്യം ഇല്ലെങ്കിൽ ഞാനും നിങ്ങൾ ഇന്ന് സ്റ്റുഡിയോ കുറിച്ച് സംസാരിക്കൂല. ഞാൻ മാപ്പിളപ്പാട്ടിന്റെ വർണ്ണ ചരിത്രം എഴുതുമ്പോ ആദ്യം അത് രണ്ട് പേരുകളാരാണ്. ഒന്ന് കാളി മുഹമ്മദാണ്, ഒന്ന് മോയിൻകുട്ടി വൈദ്യരാണ്. മാപ്പിളപ്പാട്ടിൻ വർണ്ണ ചരിത്രം മാനവികതയോടാണ് അതു മിത്രം. ബാക്കി എന്താ? മധുകൾ, മാലകൾ, മൈലാഞ്ചികളിൽ ഒപ്പന പാടി, മരുവിൽ മഹിയിൽ മരുവിൽ മലയിൽ കുളിരിൽ നർത്തനമാടി. അതാണ് അതിൽ ഞാൻ ആദ്യം പറയുന്നത്. അത് അക്ഷര അറബിയിലാണ് പിറവിയെടുത്തതെന്നും പിറവിയെടുത്തത് അറബിൽ പാടി നടന്നത് പല പല ഈശ്വര് പായസിയും ഉറുദും തമിഴും ചേർത്തത് അലങ്കൃതമാക്കി വാദ്യാഘോഷം ഒരുക്കി കാവ്യ മനസ്സുകൾ സുന്ദരമാണ്. അതില് പിന്നെ ആദ്യത്തെ പേര് തന്നെ പക്ഷെ കവികളെ മുന്നിൽ നിൽക്കുന്ന ആള് പേട്ട് തന്നെയാണ് എന്റെ കണക്ക്. അല്ല, അത് നിങ്ങൾ പറഞ്ഞ ആധുനിക മലയാളത്തിൽ ഇപ്പോ ഇന്ന് മാപ്പിളപ്പാട്ടില് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യം വരുന്ന പേര് തന്നെ പീട്ടിന്റെ ആണ്. അതാ ഞാൻ പറഞ്ഞത് മോയിൻകുട്ടി വൈദ്യർ. അതിന് നിങ്ങൾ എന്തിനാണ് പീട്ടിയെ വലുതാക്കാൻ? മോയിൻകുട്ടി വൈദ്യർ എന്തിനെ ചെറുതാക്കണം? പീട്ടിയെ ഞാൻ വലുതാക്കുന്നല്ലോ. മോയിൻകുട്ടി വൈദ്യരും കാളി മുഹമ്മദ് ഇതിലുണ്ടായിരുന്നതും പീട്ടിയാണ് ഇതിന് മുന്നിൽ നിൽക്കുന്ന ആളെന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മോയിൻകുട്ടി വൈദ്യർക്ക് ശേഷം ഒരു പക്ഷേ മാപ്പിളപ്പാട്ട് രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന നൽകുകയും മാപ്പിളപ്പാട്ടിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു കവി എന്ന് പറയാൻ ആ ഒരു സ്റ്റോപ്പ് വിട്ടിട്ട് രണ്ടാമത്തെ സ്റ്റോപ്പ് അത് വന്ന് നിൽക്കുന്നത് പീട്ടിയിലാണ്. അത് കറക്റ്റാണ്, അതിനെ ആരും നിഷേധിക്കുന്നില്ല. പക്ഷെ മാപ്പിള എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിന്റെ വികാരങ്ങളും അങ്ങനെ ജീവിതഗന്ധിയായ ഒരു പാട്ട് ആ ഗ്രന്ഥത്തിലില്ല. ഞാനെങ്ങനെ അത് പറയാം? അല്ല, അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുണ്ട്, കുറെ സംഗതികൾ എഴുതിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു പാട്ട് പാടി ഞാൻ കേട്ടിട്ടില്ല. ഓരോ കലാരൂപങ്ങളെയും നമ്മൾ മനസ്സിലാക്കുന്നത്, ഓരോ സാഹിത്യ രൂപങ്ങളെയും നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ, അവരുടെ സാമൂഹിക ചുറ്റുപാടുകളെ ഒക്കെ മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ അന്നത്തെ സാമൂഹിക ചുറ്റുപാട് എന്തായിരുന്നു? അന്നത്തെ മലയാളം എപ്പോഴാണ് വരുന്നത്? മലയാളം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് ശേഷമാണല്ലോ ശരിയായ മാനക, ഇന്ന് നമ്മൾ പറയുന്ന മാനക മലയാളം വരുന്നത് അപ്പോഴല്ലേ. അതിനു മുമ്പുണ്ടായിരുന്നു ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ഉണ്ടായിരുന്നു, കണ്ണശ കവികളുണ്ടായിരുന്നു, നിരണം കവികൾ എന്നറിയപ്പെടുന്ന കണ്ണശ കവികളുണ്ടായിരുന്നു. അന്ന് മറ്റേ ചമ്പു സംസ്കൃത ഇതിന് പാട്ടുകൾ, പാട്ടാണ് ആദ്യം വന്നത് മലയാളത്തിൽ. അത് നമുക്കറിയാലോ, പാട്ടാണല്ലോ വന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പതുക്കെ അതങ്ങനെ ഒഴുകി വന്നതാണ്. അല്ലാതെ അന്നത്തെ മാപ്പിളമാർക്ക് മനസ്സിലാകുന്ന ഭാഷയാണത്. ഇന്നത്തെ മാപ്പിളമാർക്കാണത് മനസ്സിലാവാത്തത്. അന്ന് മോയിൻകുട്ടി വൈദ്യർ അന്ന് എഴുതുമ്പോൾ ആ മലയാളം, അദ്ദേഹം ഉപയോഗിച്ച മലയാളം അന്നത്തെ ആ ചുറ്റുപാടുകളിലും മാപ്പിളമാർക്ക് മനസ്സിലായിരുന്നു. വേറൊരു വിഷയമുള്ളത്,
നമ്മളിപ്പോൾ ഈ മോയിൻകുട്ടി വൈദ്യരെ ഇപ്പോൾ ഈ 2025 ഇരുന്ന് വിലയിരുത്തുമ്പോൾ ആകെ ആ മനുഷ്യൻ ജീവിച്ചത് 40 കൊല്ലാണ്. അതെ. ഓക്കെ. ചേറ്റുവ പരുക്കുട്ടി മൂപ്പരെ ജൂനിയറാണ്. ഒരു കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. അത് ചേറ്റുവ പരുക്കുട്ടി ജീവിച്ച എത്രയാണെന്നറിയോ? 38 വയസ്സാണ്. 38 വയസ്സാകുമ്പോൾ മൂപ്പരം പോയി. അതിൽ പുലിക്കോട്ടിൽ ഐതർ മാത്രമാണ് 95 വയസ്സ് വരെ ജീവിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു പക്ഷേ മോയിൻകുട്ടി വൈദ്യർ ഈ പറയുന്ന ഒരു വലിയ സുദീർഘ ആയുസ്സുള്ള ഒരാളായിരുന്നുവെങ്കിൽ അദ്ദേഹവും അത് കാലത്തിനനുസരിച്ചുള്ള മാപ്പിളപ്പാട്ടുകൾ എഴുതിയേനെ. അവരെ നമ്മൾ വ്യക്തികൾ എടുത്ത് പറയണ്ട, വ്യക്തികൾ ഇങ്ങനെ അങ്ങനെ പറയണ്ട, അത്തരം രചനകളിയാ പറയുള്ളൂ. അല്ല, അത് ഞാൻ പറയുന്നത് നിങ്ങളുടെ തലയിൽ ഈ നമ്മുടെ കേരളത്തിലെ യുവജനോത്സവത്തിലെ ജഡ്ജ്മെന്റും ജഡ്ജിമാരുടെ സമീപനവും സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷയമുണ്ട് നമ്മളുടെ ഈ കേരള മറ്റേ ഇതിൻ്റെ സ്കൂൾ യുവജനോത്സവത്തിൽ ഈ പറയുന്ന സംസ്കൃത, അറബി, മലയാള, തമിഴ്, സങ്കര ഇനം ഭാഷയിൽ എഴുതിയ പാട്ടുകളെ അല്ലാതെ മറ്റ് പാട്ടുകളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. സാധാരണ മാപ്പിള പാട്ടുകളെ അംഗീകരിക്കുന്നില്ല. ഏറ്റവും പോപ്പുലറായിട്ടുള്ള പാട്ടുകൾ മുഴുവനും സാധാരണ മലയാളത്തിലുള്ള പാട്ടുകളാണ്. അതിനെ അവർ അംഗീകരിക്കാതെ പഴയ കാലത്തെ പാട്ടുകൾ പാടുമ്പോൾ ആ ഒരു നിഷ്കർഷക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അത് എന്തിനാണ് ഇങ്ങനെ അവർ ചെയ്യുന്നതെന്ന് അറിയില്ല. മാപ്പിളപ്പാട്ട് പാടുമ്പോൾ കുറേ ആൾ എണീറ്റ് പോകുന്നതാണ്. എന്താ പറയുന്നത് മനസ്സിലാകുന്നില്ല, എന്താ പാടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മാപ്പിളപ്പാട്ട് ഗാനമേളയിൽ എവിടെ പോയാലും പഴയ ഒരു കാലത്തെ മാപ്പിളപ്പാട്ടുകളല്ലാതെ എരഞ്ഞോളി മൂസ പാടിയത്, പീർ മുഹമ്മദ് പാടിയത്, വി എം കുട്ടി പാടിയത്, വിളയിൽ ഫസീല പാടിയത്, അങ്ങനെയുള്ള പഴയ ആളുകൾ പാടിയ ആ പാട്ടുകളല്ലാതെ പുതിയ പാട്ടുകൾ നമ്മൾ സ്റ്റേജിൽ ആരും പാടുന്നില്ല. ഇപ്പോൾ പുതിയ പാട്ട് പാടാത്തൊരു വിഷയം കറക്റ്റാണ്. അതേ സമയത്ത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എവിടെ പോയി ഈ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിലൊക്കെ വരുന്ന ഗംഭീര കുട്ടികളുണ്ട്, ഗംഭീരമായി പാട്ട് പാടുന്ന കുട്ടികൾ, അവരൊക്കെ പിന്നീട് എവിടെയാണ് പോകുന്നത്? അതെന്താ കാരണം? അവരെങ്ങോട്ടാ മാഞ്ഞു പോകുന്നത്? അവർ മാഞ്ഞു പോകുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവർ ഈ പാട്ട് പാടി വളർന്നു വന്നാൽ തന്നെ ഇവരുടെ മാപ്പിളപ്പാട്ടായിട്ട് അംഗീകരിക്കും, ഒരു യാഥാർത്ഥ്യ സമ്മതിക്കില്ല. രണ്ടാമത്തത് ഇന്ന് മീഡിയ ഈ ഒരു ചേരുവ വെച്ച്, ഒന്നാമത്തെ ഇവരെല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ട കലാ സാംസ്കാരിക സംഘടനകളാണ്. ഇപ്പൊ ഖത്തറിലുള്ള KMCC സ്ഥിരമായിട്ട് പാട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾ എന്താക്കുന്നില്ല, ഇനി പരിപാടിക്ക് വിളിക്കൂല. ഇവരോട് തുറന്നങ്ങ് പറയണം, നിങ്ങൾ സ്ഥിരം തീം തന്നെ വെച്ച് പാടുന്നതാണെങ്കിൽ പുതിയ പാട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ വളർത്തണം നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങളൊരു സ്ക്രിപ്റ്റ് കൊടുക്കണം. ഇന്നിൻ്റെ പാട്ടല്ല ഇവിടെ പാടണം. ഈ പ്രോഗ്രാമിൽ ഇന്നിൻ്റെ പാട്ടുകൾ പാടിയിരിക്കണം. പാടണ്ടെന്ന് പറയണ്ട, ഇന്നിൻ്റെ പാട്ടുകൾ കൂടി ഇതിൽ പാടിയിരിക്കണം. നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു 10ഓ 15ഓ 20ഓ പുതിയ പാട്ട് കൊണ്ടുവരിക. ഒരു 15 പാട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ പാട്ട് റിലീസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ മെനക്കോടെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പാടിക്കൊള്ളും. അങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ലാണ്ടാവാനുള്ള ഒരു കാരണം ഒന്നാമത്തെന്ന് വെച്ചാൽ റിയാലിറ്റി ഷോ വരുന്നതോടുകൂടി മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ടീമുണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പ്, അത് ഇല്ലാണ്ടായി. രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കലാകാരന്മാർ നമ്മൾ ഏകദേശം ഒരു വാടക എടുക്കും പോലെ, അങ്ങനെ അവരൊരു കലാപ്രവർത്തനം കാഴ്ചവെക്കാൻ അവർ വരുന്നത്. ഇന്നേ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് എനിക്ക് ഇത്ര പൈസ കിട്ടും എന്ന് മാത്രം അവരെ ചിന്തിച്ചു. അതായത് ഡെഡിക്കേറ്റഡ് കലാകാരന്മാരുണ്ടാവുന്നില്ല, അർപ്പണബോധമുള്ള ഫീൽഡിൽ. അതുപോലെ മ്യൂസിഷ്യന്മാരുണ്ടാകുന്നില്ല. ഞാൻ തന്നെ ഏകദേശം 100 പാട്ടോളം മ്യൂസിഷ്യൻ സംഗീതം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പാട്ട് ഒരു മ്യൂസിഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ അവരെന്നാ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് എത്ര പീസ് ഇടണമെന്നാണ്, എത്ര പീസ് ഓർക്കസ്ട്ര ഇടണമെന്നാ. അതല്ലല്ലോ ചോദ്യം. ഒരു മ്യൂസിഷ്യന്റെ ധർമ്മം ഈ പാട്ടിന് ഇന്നേ ഉപകരണങ്ങൾ വായിച്ചാൽ ഇന്നൊരു പാട്ടായിട്ട് മാറ്റാന്നുള്ളതായിരിക്കട്ടെ. അവൻ ചോദിക്കുന്നത് എന്താ, ഇതിൽ എത്ര പീസ് നമ്മളുടെ ബജറ്റിനനുസരിച്ച് അല്ല, അവര് ചോദിക്കുന്നത് എത്ര പീസ് ഓർക്കസ്ട്ര വേണമെന്നാ. അങ്ങനെയാണോ ഒരു പാട്ടുണ്ടാണ്ടി? അല്ല, അതന്നെ പറയുന്നത് നമ്മളെ ബജറ്റിനനുസരിച്ച് അവർ ടൈലർ മെയ്ഡ് മ്യൂസിക് ചെയ്യുന്നു എന്നുള്ളതാണ്. 4 പീസ് മ്യൂസിക് അല്ലെങ്കിൽ 6 പീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചിലവാണ് ഇവരെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം നിങ്ങളത് അഫോർഡ് ചെയ്യാൻ തയ്യാറാണോ അല്ലേ എന്നുള്ളതാണ് വിഷയം. അതിന് അല്ല, അത് എത്ര പീസ് എന്നല്ല, ആദ്യം ഒരു മ്യൂസിഷ്യൻ്റെ അടുത്ത് പോയാൽ എത്ര പീസ് വേണമെന്നല്ല അയാളിൽ നിന്നുണ്ടാകുന്ന ചോദ്യം. ഈ പാട്ടൊന്ന് കിടന്നു, എന്നിട്ട് നമുക്ക് ഇതിന് ഇന്നിൻ്റെ
ഉപകരണങ്ങൾ ഇതിന് വായനയിൽ വേണം. ഇതിലും വായിച്ചാൽ ഈ പാട്ട് ഇത്ര ആസ്വാദ്യമാക്കി എടുക്കാം. ഇപ്പൊ ഈ ചുരുക്കി പറഞ്ഞാൽ ഈ മാപ്പിളപ്പാട്ടിൻ്റെ രംഗത്ത് എന്താണ് പുതിയ ഈ പ്രവണതകളൊക്കെ കാണിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് ഇതിന്റെ ഒരു ഭാവി നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്? ഇപ്പം ഞാനൊരു പാട്ട് എഴുതി, 2 പാട്ട് ചെയ്തു പുതിയ. അങ്ങനെ ഒന്ന് ഉമ്മാനെ കുറിച്ചുള്ള പാട്ടാണ്. അത് ഞാൻ ഈ പുതിയ തുള്ളിക്കളിയുടെ ഈണത്തിലൊന്നല്ല, പഴയ നല്ല പിന്നെ ഹിന്ദുസ്ഥാനി രാഗത്തിലാണ് അത് ചെയ്തത്. അത് കൂടുതൽ ഇപ്പം ഞാനത് ഒരു ചിത്രീകരിക്കാൻ ചെയ്തിട്ട് വേണം അർത്ഥം. പക്ഷെ കേട്ടവരൊക്കെ ആ പാട്ട് കേട്ടവരൊക്കെ ഒരു നിമിഷം അതങ്ങനെ ഒരുപാട് ആൾ എന്നോട് വിളിച്ചു ചോദിച്ചു ആ പാട്ട്. അപ്പം നന്നായി. ഇപ്പോൾ ഒരു നല്ല പാട്ടുകാരൻ, നല്ല എഴുത്തുകാരൻ ഒരാൾ വന്നിട്ട് അഷ്റഫ് പാലപ്പെട്ടി, അയാളിപ്പോൾ ഇഷ്ക് എന്നുള്ളൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാപ്പിളപ്പാട്ടിൽ ഇവർ പറയുന്ന തമിഴ് ഈണത്തിനൊന്നുമല്ല കൂടുതൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല മാപ്പിളപ്പാട്ടുകൾ കവാലികളിൽ നിന്നാണ് വന്നത്. കവാലി പാട്ടുകളിൽ നിന്നാണ് നല്ല മാപ്പിളപ്പാട്ടുകൾ വന്നത്. ഇതിപ്പോൾ ഒരുപാട് പാട്ടുകൾ എനിക്ക് ഉദാഹരണമായിട്ട് എടുത്ത് പറയാൻ പറ്റും. ഇച്ച മസ്താൻ്റെത്, പിന്നെ അബ്ദുൾ സക്കാരിൻ്റെത്, പിന്നെ അബ്ദുറഹ്മാൻ പൊന്നാനിൻ്റെത്, അങ്ങനെ കുറേ കവികളുണ്ട്. അവരുടെ എല്ലാം പാട്ട് ഇപ്പോൾ എടുത്ത് പാടുമ്പോൾ ഭയങ്കര ആളുകൾ അത് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ തനിമ എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് മാപ്പിളപ്പാട്ടിൻ്റെ ഈണങ്ങൾ കൂടുതലും ഹിന്ദുസ്ഥാനി സംഗീതം വരുന്നത്. അങ്ങനെ നാടൻ ശൈലിയിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് വരാം. അപ്പോൾ GP ഒരു കവി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ടുകൾ എഴുതുകയും മാപ്പിളപ്പാട്ടുകൾക്ക് ധാരാളം സംഭാവന നൽകുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ ഇത്രയും നേരം നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാപ്പിളപ്പാട്ടിൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയൊക്കെ പറഞ്ഞു. ഏതായാലും ഇനിയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുതിയ ഒരു തലമുറ, മ്യൂസീഷ്യന്മാരുടെ ഒരു തലമുറ, ഗായകൻ പ്രതിഭകളുടെ ഒരു തലമുറ, ഗാനരചയിതാക്കളുടെ ഒരു തലമുറ മാപ്പിളപ്പാട്ടിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഒരേ തീം വെച്ച് പാട്ട് കൊണ്ടുവരുന്ന പാട്ടുകാരെ നിങ്ങൾ എന്താക്കാം, ഒന്ന് നിരുത്സാഹപ്പെടുത്തുകയും നല്ല പാട്ടുകൾ തന്നെ പുതിയ ഈണങ്ങളും ഭാവങ്ങളും എല്ലാം വരാനും ഉള്ള ഒരു നിഷ്കർഷത ഇവർ പുലർത്തിയാലും ഓട്ടോമാറ്റിക്കായിട്ട് പഴയ കോലത്തിലേക്ക് തന്നെ മാപ്പിളപ്പാട്ട് തിരിച്ചു വരും. ന്യൂസ് ഡ്രീം മീഡിയയുടെ പ്രേക്ഷകരുടെ മുമ്പിൽ നിങ്ങളുടെ ഗാനങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഇനിയും മുമ്പിൽ വരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അതല്ല, പ്രത്യേകിച്ച് എനിക്കിതിൽ വളരെ ഒരു സന്തോഷമുള്ളത്, ഒന്ന് എനിക്കെപ്പോഴും ശക്തമായൊരു പിന്തുണ നൽകുന്ന നമ്മളിപ്പം ഖത്തറിലെ ജീവിതത്തിൽ കലാരംഗത്ത് ഒരു ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഒരാളാണ് നമുക്ക് ഏഷ്യ ബഷീർ. അദ്ദേഹമായിട്ട് ഇങ്ങനെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കഥ. പിന്നെ അൻവർ പാലേരി, അദ്ദേഹത്തിൻ്റെ ഈ കൂട്ടായ്മയുള്ള ന്യൂസ് റൂം പ്രവർത്തകർ എല്ലാവരും നമ്മളെ ഇതിന് വിളിച്ചിരുത്തിയതിലും ഇങ്ങനെ വരാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം. താങ്ക് യു വെരി മച്ച്.